പറഞ്ഞാൽ ഈ ഗേറ്റിന്റെ മുമ്പിൽ നിന്നാണ് ആൾ ഇവിടെ എത്തി. നമുക്ക് അങ്ങനെ വരെ പോകാൻ പറ്റില്ല. അപ്പൊ വേറെ എവിടെ ഓടി പോകാൻ പറ്റില്ല. അപ്പൊ ഒരു കിണറുണ്ട്. ആ കിണറിനകത്തേക്ക് ചാടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരാളും രണ്ടാളുമല്ല, എല്ലാവരും കിണറിനകത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഓരോരുത്തരും മുകളിലേക്കായിട്ട് ചാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ ആളുകളാണ് മരിച്ചത്. അവിടെ വെടിയുണ്ടകളുടെ പാടുകൾ ഇപ്പോഴും വെള്ള മാർക്കിങ്ങിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓരോ ചുമരിന്റെ മുകളിലും വീടിന്റെ മുകളിലുമുള്ള വെടിയുണ്ടയുടെ പാടുകൾ അവിടെ അങ്ങനെ വെള്ള ഓരോ ചടുക്കം വരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ രക്തസാക്ഷികളായ ആളുകളുടെ സ്മാരകമായ സ്തൂപങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സംഗതികളുണ്ട്. അപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ വരാറ്. അങ്ങനെ നമ്മൾ വളരെ ചെറിയ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സാധനങ്ങൾ ഉണ്ടാക്കി അത് വിൽക്കുന്ന അതേ കേന്ദ്രമായി നമ്മുടെ ഭാരതത്തിന് അവർ മാറ്റിയെടുത്തു. അങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ഭാരതം എന്തായി തീർന്നു? അവരുടെ വിപണന കേന്ദ്രവും എല്ലാമായി തീർന്നു. അതുപോലെ തന്നെ വിദേശികളുടെ എല്ലാ നിയമങ്ങളും അവരുടെ നിയമസംഹിതകളും പുലർത്താനുള്ള ഒരു രാജ്യമായ അടിമകളായി നമ്മൾ മാറി. നമ്മുടെ രാജധാനികൾ എന്ന് എങ്ങനെ വന്നിരുന്നത് അറിയോ? ഒരു ഭരണാധികാരി, ഒരൊറ്റ ഭരണാധികാരി ഇവിടെ രാജ്യത്തുണ്ടായിരുന്നില്ല. ഒരുപാട് നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച ഒരു ഭാരതത്തില് എല്ലാ രാജാക്കന്മാരും മുന്നില് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നുവിടുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഭരണപരിഷ്കാരങ്ങളുമായി വന്നത്. ചിന്തിക്കാനും ഒക്കെ ഭാഗ്യം ചെയ്ത ഒരു ജനതയാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിലും നമ്മുടെ കൊച്ചു കേരളത്തിലും താമസിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ. ഇതൊന്നുമില്ലാത്ത ഒരു ജനത ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ക്ലാസ്സില് ടീച്ചേഴ്സും ഞാനും പലപ്പോഴായി നിങ്ങൾക്ക് പറഞ്ഞു തന്ന പല കഥകളും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അല്ലെ? ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ട ഏറ്റവും മഹത്തായ ഒരു സുദിനമാണ്. നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാലഗംഗാധരത്തില് ഭഗവത്ഗീത കയ്യിലെത്തിക്കുന്ന ഭഗവത്ഗീതയുടെ ആ പ്രചോദനമായിരുന്നു അവരുടെ ഈ സ്വാതന്ത്ര്യത്തിന് അവർക്ക് പ്രചോദനമായത്. മൗലാന അബ്ദുൽ കലാം ആസാദ് ഖുർആൻ പ്രചോദനമായി. മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവർക്ക് എന്താണോ ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കണം. ഇപ്പൊ നമ്മുടെ വാർഡ് കൗൺസിലർ പറഞ്ഞു, 2 വർഷം മുൻപ് നിങ്ങളൊന്നും ഇല്ലാതെയാണ് ഞങ്ങള് സ്വാതന്ത്ര്യദിനം ആചരിച്ചത് എന്ന്. കാരണം നിങ്ങൾക്കറിയാലോ, കൊറോണ കാലമായിരുന്നു. നിങ്ങളെ ഒന്നും ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റാത്തൊരു സന്ദർഭമായിരുന്നു. അന്ന് അവർക്ക് വേണ്ടി It is a momentous occasion that reminds us the courage, the resilience and determination of our ancestors who fought against British rule, who fought for our freedom, and their sacrifices of our freedom fighters. So you should remember the importance of this day. It's a special day for you. स्वतंत्रता दिवस की हार्दिक शुभकामनाएं। आज हम यहाँ एकत्रित हुए हैं एक ऐसे दिन को मनाने के लिए जो हमारे देश के इतिहास में स्वर्ण अक्षरों में लिखा गया है। हमारा देश भारत 1947 15 अगस्त को अंग्रेजों से आज़ादी मिली भारत को। और वो आज़ादी हमें कैसे मिली? अनेक स्वतंत्रता सेनानियों ने अपनी जान की कुर्बानी देकर हमें ये आज़ादी दिलाई। आज के इस अवसर पर हमें उन सभी महत व्यक्तियों का स्मरण करना है। उनके लिए